रिश्वत नौकरी पाने वालों देंगे। चारों तरफ देश में हंगामा है। छोटे छोटे स्कूल कॉलेजों से बच्चे निकल रहे हैं कि हमारे यहाँ टीचर नहीं है, हमारे यहाँ लाइट नहीं, हमारे यहाँ पानी नहीं, हमारे यहाँ शौचालय नहीं है, हमारे यहाँ टीचर हैं तो किताबें नहीं है, किताबें हैं तो टीचर नहीं है, और टीचर हैं तो पढ़ाई में नकल हो जाती है, कहीं पेपर लीक हो जाता है, और पेपर पास भी कर लिया, 10वीं 12वीं का बोर्ड एग्जाम भी दे लिया, तो 10वीं 12वीं के जो एग्जाम के मार्क्स हैं वो कहीं जुड़ते ही नहीं है। कॉम्पिटिटिव एग्जाम्स के आधार पर ही आगे यूनिवर्सिटी में सिलेक्शन होता है, और उसके बाद में फिर जो है जब कहीं नौकरी की बारी आए, खास करके गवर्नमेंट जॉब्स में इंटरव्यू के दौरान 90 से 99% घोटाला होता है। अपने विचार, अपने संस्कार, अपने संगठन, अपने ही जाति वर्ग समुदाय के लोगों को ठोक लेते हैं और बाकी को बाहर धक्का मार देते हैं। ये बहुत ही अपमानजनक है, ये लोकतंत्र के खिलाफ है, ये न्याय के भी खिलाफ है। एक तरफ हम कह रहे हैं सत्यमेव जयते, ये तो धर्मस्ततो जये, हमने शासकीय उद्घोष बना दिए, और वहां जब किसी को इंटरव्यू की बारी आती है तो 10 में से पहले से ही तय करके और पैसे लेके 25-50 लाख 1-1 करोड़ रुपए की रिश्वत लेकर के फिर भर्ती करते हैं। अब ऐसे ही आंदोलन करना पड़ा तो देश कैसे चलेगा? इसलिए भाई सुधर जाओ, नहीं तो देश में आंदोलन और ज्यादा भी हो सकते हैं। आंदोलन के नाम पर मैं अराजकता, अनार्की का समर्थक नहीं हूं, लेकिन भाई ये बात तो जरूर है, देश में घपला भी बहुत है। ये घपले ठीक कर लो, नहीं तो कोई ऐसा ना हो कि बाबा रामदेव को दोबारा आंदोलन करना पड़े। पश्चिम बंगाल सरकार के 100 दिन पूरे हो गए गुरुजी। पश्चिम बंगाल सरकार के थैंक यू। अब पूजा आचार्य जी बात करना, बोल दो। ഫ്രാൻസ് ഇത് മോദിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പം നിങ്ങളോട് സംസാരിച്ചത്. ആ സംസാരത്തിൽ വീണു പോയിട്ടൊന്നല്ല, പക്ഷേ മോദിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനും RSSനും ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബാബ രാംദേവ് സ്വാതന്ത്ര്യദിനാഘോഷം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതാ. എന്താ പറയുന്നത്? രാജ്യത്ത് വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുക, അരാജകത്വം പടരുകയാ, സ്കൂളുകളിൽ സ്കൂളില്ല ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ടാമത്തത് ബാത്റൂമില്ല, വെള്ളമില്ല, ബെഞ്ചില്ല, ഡെസ്കില്ല, പുസ്തകമില്ല, പുസ്തകമുണ്ടെങ്കിൽ ടീച്ചറില്ല, ടീച്ചറുണ്ടെങ്കിൽ പുസ്തകമില്ല. അങ്ങനെ ഒട്ടനവധി നിരവധി അനവധി പ്രശ്നങ്ങളാണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സർക്കാർ വിദ്യാഭ്യാസ മേഖല എസ്പെഷ്യലി ഈ പറയുന്ന സംഘ് പരിവാർ രാജ്യത്തെ മാറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെ വിളനിലമായിട്ടുള്ള ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാന്, ബീഹാർ, ഹരിയാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ ഇടങ്ങളിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് താറുമാറായി നശിപ്പിച്ച് നാറാണക്കല്ലടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ബാബ രാംദേവും പറയുന്നത്. ബാബ രാംദേവ് ഇത് പറയുമ്പോൾ വലിയ അത്ഭുതമുണ്ട്. ബാബ രാംദേവ് ഇത് പറയുമ്പോൾ ബാബ രാംദേവിനെ നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നല്ല ചെയ്യുന്നത്. ബാബ രാംദേവ് പറയുമ്പോൾ നമ്മളത് കാണുന്നത് സംശയത്തിൻ്റെ കണ്ണിലൂടെ തന്നെയാ. കാരണം ബാബ രാംദേവിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് ആദ്യം ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാലും മോദിയുടെ ഫ്രണ്ടാ, മോദിയുടെ ബെസ്റ്റ് ഫ്രണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ബാബ രാംദേവ് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുന്നു, അത് കഴിഞ്ഞാൽ കോപ്പിയടിയെക്കുറിച്ച് പറയുന്നു, പേപ്പർ ലീക്കിനെ കുറിച്ച് പറയുന്നു, ഈ പറയുന്ന സർക്കാർ ജോലികളിൽ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയുന്നു, മാർക്ക് ലഭിച്ച് വലിയ രീതിയിൽ പാസ്സായി എത്തിയാൽ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം ബാബ രാംദേവ് ഉന്നയിക്കുമ്പോൾ നമ്മൾ അതിനെ പാടെ അവലംബിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് രാജ്യത്തെ സ്ഥിതിവിശേഷം ഇതാണെന്ന് സംഘ് പരിവാറിന് നല്ല ബോധ്യം തുടങ്ങിയിട്ടുണ്ട്. സംഘ് പരിവാറിന് നല്ല ബോധ്യങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ ബോധ്യങ്ങൾ തന്നെയാണ് ഈ ബാബ രാംദേവിനെ പോലെ മോദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇത്തരത്തിൽ പലതും വിളിച്ചു പറയാൻ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ബാബ രാംദേവ് അവസാനം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഭരണാധികാരികൾ കണ്ണു തുറന്ന് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം, ഇല്ലെങ്കിൽ
രാജ്യത്ത് പോരാട്ടങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഇനി വർദ്ധിക്കുമെന്നുള്ളതാണ് ബാബാ രാംദേവിൻ്റെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് വലിയ പ്രക്ഷോഭമായി മാറും. ഇത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ തന്നെ പിഴുതു മാറ്റാനുള്ള ഒരു അവസരമായി മാറുമെന്നാണ് ബാബാ രാംദേവിൻ്റെ മുന്നറിയിപ്പ്. ഒരു പക്ഷേ തൻ്റെ ഫ്രണ്ടിനോടുള്ള വലിയ ആത്മാർത്ഥത കൊണ്ട് ബാബാ രാംദേവ് പറഞ്ഞതായിരിക്കാം. ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇതൊക്കെ ചെയ്ത് അധികാരം നിലനിർത്തട്ടെ എന്നുള്ളതായിരിക്കാം ചിന്താഗതി. മേ ബി. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ. എന്താണ്? മോദിയുടെയും സംഘ് പരിവാർ ഭരണത്തിൻ്റെയും അടപ്പ് തെറിക്കാനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ പറയുന്ന 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് കൊണ്ട് രാജ്യത്തെ ഭരണം കാൽ കീഴിൽ നിർത്താൻ നരേന്ദ്രമോദിക്കും സംഘ് പരിവാറിനും കഴിയില്ല. സംഘ് പരിവാറിൻ്റെ വെടിക്കെട്ട് തീരുമെന്നുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുമ്പോൾ എട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പാന്നും പറഞ്ഞ് പൊട്ടിത്തീരാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നരേന്ദ്രമോദിക്കും മനസ്സിലായിട്ടുണ്ട്. മോദിക്ക് മനസ്സിലായില്ലെന്ന് നമ്മൾ കരുതണ്ട. മോദിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ദിമാഗി നക്സൽ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചത്. കാരണം എന്താ? ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, രാജ്യം ഒന്നടങ്കം ആ ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നരേന്ദ്രമോദിയുടെയും സംഘ് പരിവാറിൻ്റെയും തിരിച്ചറിവുകളാണ്. ആ തിരിച്ചറിവുകൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, വിദ്യാർത്ഥികൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ മുറിവേൽപ്പിച്ചിട്ട് മോദിയുടെ മുറിവിൽ കാന്താരി മുളക് അരച്ച് തേക്കുകയാണ് വിദ്യാർത്ഥികൾ ചെയ്തത്. അതിൻ്റെ ഒരു എരിപ്പൊരി സഞ്ചാരമുണ്ടല്ലോ. ആ മുറിവിൽ മുളക് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളവും ഒരു അസ്വസ്ഥതയും ഉണ്ടല്ലോ. അതാണ് നരേന്ദ്രമോദിയും സംഘ് പരിവാറവും ഇപ്പോൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അതാണ് നരേന്ദ്രമോദിയെ ദിമാഗി നക്സൽ എന്ന് വിശേഷിപ്പിക്കാൻ വിദ്യാർത്ഥികളെ, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ, ഈ ചോദ്യങ്ങൾ ഇവരെ എത്രത്തോളം അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ 18 ദിവസം സഭ സമ്മേളിച്ചിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബാക്കിയുള്ളവരെല്ലാം വന്നു. അവരോടൊന്നും ഒരു ചോദ്യങ്ങളും ആരും ചോദിച്ചില്ല. അവരോടൊന്നും നിങ്ങൾ ഉത്തരം പറയണമെന്നും ആരും പറഞ്ഞില്ല. പ്രതിപക്ഷം പറഞ്ഞില്ല. എന്തേ? കാരണം അതൊക്കെ വെറും അടിമകൾ മാത്രമാണ്. ഉത്തരം പറയേണ്ടത്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അവർ രണ്ടുപേരും പേടിച്ച് മാളത്തിലൊളിച്ചു. ഭീരുക്കൾ, രാജ്യത്തെ ഭരിക്കുന്ന ഭീരുക്കളാണവർ. ആ ഭീരുക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാനി എന്നും രാജ്യദ്രോഹി എന്നും തീവ്രവാദി എന്നും ദേശവിരുദ്ധനെന്നും ഒക്കെ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്നത് സാധ്യമാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആ ലേബലിങ്ങുകൾ, പാകിസ്ഥാനി, തീവ്രവാദി, രാജ്യദ്രോഹി, ദേശവിരുദ്ധൻ, വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവൻ, അമേരിക്കൻ ഏജന്റ്, ചൈനീസ് ഏജന്റ്, അമേരിക്കൻ NGOയുടെ പണം സ്വീകരിക്കുന്നവൻ, അങ്ങനെ വിവിധ ഇനത്തിലുള്ള ലേബലിങ്ങുകൾ, ചാപ്പയടികൾ. ആ ചാപ്പയടികൾ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ വേർഡ് ഇറക്കിയത്. അതാണ് ദിമാഗി നക്സൽ. എന്തേ കാരണം? അതാണ് ഈ കാരണം. ഈ ചോദ്യങ്ങളെ നരേന്ദ്രമോദിയും അമിത്ഷായും അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്.